Hi students, welcome back to our GS class. Today we are going to study the remaining part of chapter 6, water. Okay, standard 5, chapter 6, water. How can we save water? Next topic is impurities in water and removing soluble impurities by evaporation. Next, sedimentation, decantation and filtration. Okay. How can we save water? Water is a precious natural resource. It should be saved. Some of the ways to save water are, can you see this? Check all taps, pipes, toilets for leaks. അതായത് നമ്മുടെ പൈപ്പ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ. ക്ലോസ് ടാപ്സ് വൈൽ ബ്രഷിംഗ് ടീത്ത്. അതായത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടാപ്സ് ഒക്കെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ടാപ്സ് വൈൽ ബ്രഷിംഗ് ടീത്ത്. നെക്സ്റ്റ് ഈസ് വാട്ടർ യുവർ ഗാർഡൻ ഓർ പ്ലാന്റ്സ് ഇയർലി ഇൻ ദ മോർണിംഗ് ഓർ ലേറ്റ് ഇൻ ദ ഈവനിങ്. അതായത് നമ്മൾ ഗാർഡനിങ്, നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വാട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചെയ്യുക. ഡു നോട്ട് വാട്ടർ ദം ഓൺ ദ റെയിനി ഡേയ്സ്. അതായത് മഴയുള്ള സമയത്ത് പിന്നെ നമ്മൾ ഈ പ്ലാന്റ്സിനൊക്കെ വെള്ളം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഡു നോട്ട് വാട്ടർ ദം ഓൺ റെയിനി ഡേയ്സ്. കവർ വാട്ടർ ടാങ്ക്സ് ആൻഡ് സ്വിമ്മിംഗ് പൂൾസ് ടു റെഡ്യൂസ് ഇവാപ്രേഷൻ. അതായത് ഇവാപ്രേഷൻ റേറ്റ്, വാട്ടർ വേപ്പറായിട്ട് പോവുക. അങ്ങനെ പോകാതിരിക്കാനായിട്ട് നമ്മൾ വാട്ടർ ടാങ്കും സ്വിമ്മിംഗ് പൂൾസും ഒക്കെ എന്ത് ചെയ്യണം? സ്വിമ്മിംഗ് പൂൾസും വാട്ടർ ടാങ്കും ഒക്കെ നമ്മൾ കവർ ചെയ്യണം. യൂസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻ ഫാംസ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വാട്ടർ എത്തുക. സോ വി ക്യാൻ സേവ് വാട്ടർ ഇൻ ദിസ് മെത്തേഡ്. റീയൂസ് വേസ്റ്റ് വാട്ടർ വേറെവർ പോസിബിൾ. അതായത് വേസ്റ്റ് വാട്ടർ റീയൂസ് ചെയ്യുക. റെയിൻ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൻ്റെ ഗുഡ് സോഴ്സാണ് റെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടറിങ് ദ ഗാർഡൻ, വാഷിംഗ്, ക്ലീനിങ് ആൻഡ് സോ ഓൺ. So rainwater must be stored. So we can store rainwater. This is called rainwater harvesting. Okay. Next is impurities in water. Water that we get is not pure. It contains many impurities. അതായത് നമുക്ക് കിട്ടുന്ന വാട്ടറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ കാണും. ഇമ്പ്യൂരിറ്റീസ് ക്യാൻ ബി സോലുബിൾ ഓർ ഇൻസോലുബിൾ. ചില ഇമ്പ്യൂരിറ്റീസ് വാട്ടറിൽ സോലുബിൾ ആയിരിക്കും, ചിലത് ഇൻസോലുബിൾ ആയിരിക്കും. വെൻ ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് കംപ്ലീറ്റ്ലി ഇൻ വാട്ടർ, ദേ ആർ സെഡ് ടു ബി സോലുബിൾ ഇമ്പ്യൂരിറ്റീസ്. വാട്ട് ആർ സോലുബിൾ ഇമ്പ്യൂരിറ്റീസ്? Impurities dissolved completely in water are called soluble impurities. So, next is impurities that do not dissolve completely in water are said to be insoluble impurities. Insoluble impurities എന്ന് പറഞ്ഞാൽ insoluble impurities ആണ് വാട്ടറിൽ ലയിക്കാത്ത മാലിന്യങ്ങൾ. ഓക്കെ. Impure water also contain disease causing germs. നമ്മൾക്കറിയാം ഒരുപാട് ഡിസീസ് കോസിങ് ജേംസ് കാണും മലിനജലത്തിൽ. ഓക്കെ. Impure water also contains disease causing germs. Drinking impure water can make us sick. Therefore, impurities must be removed from water to make it drinkable. Boiling is the safest method of water purification. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ സേഫസ്റ്റ് മെത്തേഡാണ് ബോയിലിംഗ്. അതായത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ. So boiling is the safest method of water purification.
Okay. Removing soluble impurities. There are different ways of removing soluble impurities. അതായത് soluble impurities എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ടറിൽ ലയിക്കുന്ന മാലിന്യങ്ങൾ അല്ലേ, ലയിക്കുന്നവയാണ് നമ്മൾ സോലുബിൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇവാപറേഷൻ. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ചേഞ്ചസ് ടു വാട്ടർ വേപ്പർ ഓൺ ഹീറ്റിംഗ് ഈസ് കോൾഡ് ഇവാപറേഷൻ. അതായത് ഇവാപറേഷനിലൂടെ എന്താണ് വാട്ടർ വേപ്പർ ഫോമിലോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. സോ this process is called evaporation. What is evaporation? The process by which water changes to water vapor on heating is called evaporation. Okay. Add some salt in an evaporating dish, then add water, stir till the salt dissolves in the water. അതായത് കുറച്ച് സോൾട്ട് എടുത്തിട്ട് അത് വാട്ടറിൽ നന്നായിട്ട് ഒന്ന് ഡിസോൾവ് ചെയ്യുക. ഹീറ്റ് ഇറ്റ് ടിൽ ഓൾ ദ വാട്ടർ ഇവാപറേറ്റ്സ്. അതായത് ആ ഡിഷിലുള്ള വാട്ടർ മൊത്തം വേപ്പറായിട്ട് പോകുന്നത് വരെ ഹീറ്റ് കൊടുക്കുക. യു വിൽ ഫൈൻഡ് ദാറ്റ് ദ സോൾട്ട് ഹാസ് സെറ്റിൽഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡിഷ്. അതായത് നമുക്ക് ആ ഡിഷ് ഒബ്സർവ് ചെയ്താൽ ഡിഷിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? salt has dissolved in the water that is settled at the bottom of the dish. അതായത് ഡിഷിൻ്റെ ബോട്ടത്തിൽ നമുക്ക് സോൾട്ട് കാണാൻ പറ്റും, കാരണം വാട്ടർ ഇവാപറേറ്റ് ആയിട്ട് പോകും. ആൻഡ് ദ salt has settled at the bottom of the dish. Okay. Next is sedimentation. What is sedimentation? Have you heard about sedimentation? Can you see this? Sedimentation is the process of removing insoluble impurities by allowing the impurities to settle down, leaving clear water above. What is sedimentation? Sedimentation is the process of റിമൂവിങ് ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ്. അതായത് ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻസോല്യൂബിൾ ഇമ്പ്യൂരിറ്റീസ് ബൈ അലൗവിങ് ടു സെറ്റിൽ ഡൗൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡിഷ് ആൻഡ് ലീവിങ് ക്ലിയർ വാട്ടർ. ഓക്കെ, ക്യാൻ യു സീ ദിസ്? ദിസ് മെത്തേഡ് ഈസ് കോൾഡ് sedimentation. And the settled particles are called sediments. Okay. Next is decantation. What is decantation? The process of pouring the clear liquid into another beaker without disturbing the sediment. അതായത് സെഡിമെൻറ്റേഷന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു വാട്ടർ അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ വേറൊരു ബീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീക്കേൻറ്റേഷൻ. ഓക്കെ, സോ ഡീക്കേൻറ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് പ്യൂറിംഗ് ദ ക്ലിയർ ലിക്വിഡ് ഇൻ ടു അനദർ ബീക്കർ വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ സെഡിമെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫിൽട്രേഷൻ. Filtration. In this method, water containing insoluble substance is poured into a funnel having a cone of filter paper. You will find that insoluble substance remain on the filter paper and clear the water collects in the vessel kept under the funnel. This clear water is called filtrate. This is a method of filtration. Can you see this? This is filtrate and this method is called filtration. ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് ഈ ഇമ്പ്യൂരിറ്റീസിനെ ഇൻസോല്യൂബിൾ സബ്സ്റ്റൻസിനെ
നന്നായിട്ട് ഫിൽറ്റർ ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ അരിച്ച് മാറ്റുക. ഈ മെത്തേഡിന് പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. So what is filtration? Filtration is the process of separating insoluble impurities from water using filter paper. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഇൻസോലുബിൾ ഇമ്പ്യൂരിറ്റീസിനെ വാട്ടറിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിൽട്രേഷൻ. This clear water is called filtrate. Okay, this is filtrate. This much for today. You study well. We will meet in the next class. Thank you.